നസ്രാണിയെ ഒഴിവാക്കിയിട്ട് കാര്യമില്ല, അവരും കൂടെ വേണം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം സാമാന്യം നല്ല ശതമാനം നസ്രാണികളുണ്ട്. അവർക്ക് ഒരുപാട് അവശതകളും പ്രയാസങ്ങളും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാനോ അവരുടെ പരിരക്ഷയ്ക്ക് നിൽക്കാനോ ആരുമില്ലാത്ത ഒരവസ്ഥ ഇപ്പോൾ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മുദ്രാവാക്യം ത്തിൻ്റെ വ്യാപ്തി കൂട്ടുന്നത്. നായാടി മുതൽ നസ്രാണി വരെ എന്ന മുദ്രാവാക്യത്തിലേക്ക് എത്തണമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. എങ്ങനെയാണ് ക്രൈസ്തവ ജനവിഭാഗം ഈ മുദ്രാവാക്യത്തെ സ്വീകരിക്കുന്നത്? ശരിക്കും ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ ആ ഒരു പുറത്തു വന്ന നിലപാട്, അത് കഴിഞ്ഞ ഡിസംബറിൽ അവരുടെ സമ്മേളനത്തെ തുടർന്ന് പുറത്തു വന്ന അവരെടുത്ത തീരുമാനമാണ്. ആ നിലപാടാണ് അദ്ദേഹം ഒരിക്കൽ കൂടി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ശരിക്കും ആ ഒരു നിലപാട് എന്ന് പറയുന്നത് യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള, ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ കേരളത്തിൽ എന്താണ്, രാജ്യത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് പൂർണ്ണമായും മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു നിലപാടാണ്. അതിനെ എല്ലാ ക്രൈസ്തവ സഭാ വിശ്വാസികളുടെയും സംഘടന എന്ന നിലയിൽ ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു, പൂർണ്ണമായി പിന്തുണയ്ക്കുകയാണ് ചെയ്യുന്നത്. കാരണം അത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്, അനിവാര്യതയാണ്. മുൻപ് ഇങ്ങനെ അദ്ദേഹം പറഞ്ഞിരുന്നത് നായാടി മുതൽ നമ്പൂതിരി വരെ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ആ 15-20 വർഷത്തേക്ക് ശേഷം ആ സാഹചര്യങ്ങൾ മൊത്തം മാറി. ആ കാലഘട്ടമല്ല ഇന്നുള്ളത്. ഇന്ന് ശരിക്കും അദ്ദേഹം നായാടി മുതൽ നമ്പൂരി വരെയല്ല, അത് നസ്രാണി വരെയാണെന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ടോട്ടലായി നമ്മൾ നോക്കിയാൽ ഒരു ഹിന്ദു ക്രിസ്ത്യൻ ഐക്യമാണ് പുള്ളി പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സമുദായങ്ങളും, ഹൈന്ദവ സമുദായവും ക്രൈസ്തവ സമുദായവും സമാനമായ അനവധി പ്രശ്നങ്ങൾ ഇവിടെ നേരിട്ടുകൊണ്ടിരിക്കുക. സമാനമായ ഒത്തിരി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. കാരണം ഇവ ന്യൂനപക്ഷത്തിൽ, ശരിക്കും പറഞ്ഞാൽ ന്യൂനപക്ഷത്തിലെ യഥാർത്ഥ ന്യൂനപക്ഷം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളാണ്. പക്ഷെ ഇപ്പൊ നേരത്തെ RV ബാബു ജി സൂചിപ്പിച്ചതുപോലെ ഇവിടെ ന്യൂനപക്ഷം എന്ന് പറയുന്നത് കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് മുസ്ലിം സമുദായത്തിനൊപ്പം ക്രിസ്ത്യൻ സമുദായത്തിൽ നിർത്തിയിരിക്കുന്നത്. കാരണം കിട്ടുന്ന ന്യൂനപക്ഷത്തിന് മേൽ കിട്ടുന്ന തെറികളെല്ലാം ക്രിസ്ത്യാനികൾക്ക് കൂടി ഇരിക്കട്ടെ, ബാക്കി ആനുകൂല്യങ്ങളും അവകാശങ്ങളെല്ലാം ഞങ്ങൾ മാത്രം അനുഭവിച്ചുകൊള്ളാം എന്നുള്ളൊരു നിലപാടാണ് മുസ്ലിം സമുദായം എടുക്കുന്നത്. അപ്പോ അത് ആ വിഷയത്തിൽ മാത്രമല്ല, അവരവരുടെ സംസ്കാരത്തെയും സമുദായത്തെയും വിശ്വാസത്തെയും എല്ലാത്തിനെയും ബാധിക്കുന്ന രീതിയിലുള്ള പലവിധ പ്രശ്നങ്ങളാണ് രണ്ട് സമുദായം ഇപ്പോൾ ഒരേപോലെ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മുൻപ് അത് നടക്കാതെ പോയത് ആരൊക്കെ കൂടെയാണ് എന്നുള്ളത് നമുക്ക് ശരിക്കും നോക്കിയാൽ മനസ്സിലാവും. പ്രത്യേകിച്ച് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റും കോൺഗ്രസും അവരാണ് അത്തരത്തിൽ ഒരു ഹിന്ദു ഐക്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത്. കാരണം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളോട് ഐക്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുദ്ദേശിക്കുന്ന അവരുടെ എല്ലാ പദ്ധതികളും തകരും. പിന്നെ അവർക്ക് തന്നെ ഇവിടെ ഒരു പ്രസക്തി ഇല്ലാതായി മാറും. അപ്പൊ അതോ ഇപ്പം ഇതുകൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് അവർ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിൽക്കുന്നില്ല. കാര്യം 50-52% വരുന്ന ഹൈന്ദവ സമുദായവും 20-21% വരുന്ന ക്രൈസ്തവ സമുദായവും കൂടെ ഒന്നിച്ചു കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു സാമൂഹ്യ മാറ്റം ഉണ്ടാവും, രാഷ്ട്രീയ മാറ്റം ഉണ്ടാവും. അത് പഴയതുപോലെ ഇപ്പം 10 വർഷം മുമ്പോ 15 വർഷം മുമ്പ് ഉണ്ടായിരുന്ന സാഹചര്യമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അന്ന് ക്രൈസ്തവർ ശരിക്കും രാഷ്ട്രീയ അടിമകളാക്കി ഇട്ടിരിക്കുകയായിരുന്നു. പ്രധാനമായിട്ടും കോൺഗ്രസിന്റെയും അത് കുറച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കേരള കോൺഗ്രസിന്റെയും അടിമകളാക്കി ക്രൈസ്തവർ ഇട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് അവിടെ യോജിക്കണമെന്ന ഒരു ആവശ്യം ഉണ്ടായിരുന്നത് ഹൈന്ദവർക്കായിരുന്നു. പക്ഷെ ഇന്ന് ക്രിസ്ത്യാനികളും അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് നേരിടുന്ന യഥാർത്ഥ അപകടത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനികളും ആ ഒരു രാഷ്ട്രീയ നിലപാടിലും സാമൂഹ്യ നിലപാടിലും എല്ലാം മാറ്റം വരുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഇപ്പോൾ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ എടുത്ത നിലപാടിനെ അത് ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടത്തേക്ക് ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എല്ലാവരും നോക്കിക്കാണുന്നു എന്ന് പറഞ്ഞാൽ മതം ഇവിടെ രാഷ്ട്രീയത്തിൽ ഇടപെടുകയാണ്. അതായത് പൊളിറ്റിക്കൽ ഇസ്ലാം ഇവിടുത്തെ ഭരണത്തിലും രാഷ്ട്രീയത്തിലും ഇടപെടുകയാണ്. അവരെ നിയന്ത്രിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കക്ഷികൾ, അവർ CPM-ഉം കോൺഗ്രസും, അവർ നേതൃത്വം കൊടുക്കുന്ന മുന്നണികൾ. ശരിക്കും പറഞ്ഞാല് ഒരു അപ്രഖ്യാപിത ശരിയാ ഭരണമായിരിക്കാം ഇനി ഇവിടെ വരാൻ പോകുന്നു. അപ്പോൾ അതിനെ തടയണമെന്നുണ്ടെങ്കിൽ ഇതിലൂടെ മാത്രമേ ഒരു ക്രിസ്ത്യൻ ഹിന്ദു ഐക്യം, അതായത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ പോലെ നായാടി മുതൽ നസ്രാണി വരെയുള്ളവരുടെ കൂട്ടായ്മയിലൂടെ ആ ഐക്യത്തിലൂടെ മാത്രമേ അത് സാധിക്കൂ. അത് തീർച്ചയായിട്ടും ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗും കൂടെ ഗ്രാസ് റൂട്ട് ലെവലിൽ കാര്യങ്ങൾ എത്തിച്ചു കഴിഞ്ഞാൽ അത് വളരെ നടക്കും. വളരെ അല്പം താമസിച്ചാണെങ്കിലും അല്ലെങ്കിൽ വിചാരിച്ചാൽ വേഗത്തിലാണെങ്കിലും അത് സാധ്യമാകും. അതൊരു വലിയ മാറ്റമായിരിക്കും ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. കാര്യം ഈ നേരത്തെ ഇപ്പോൾ മുനമ്പത്തെ കാര്യത്തെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. അവിടെയും മുനമ്പം ജനത ലാറ്റിൻ കാത്തലിക്സ് ആണ് അവിടെ ഉള്ളത്. അവർക്ക് ഒരു വിഷയം നേരിട്ടപ്പോൾ അവർക്കൊപ്പം ആരുണ്ടായിരുന്നു എന്നുള്ള ചോദ്യം ശരിയല്ലേ ആ ചോദിച്ചത്? അവർക്കൊപ്പം ആരുണ്ടായിരുന്നു? സാമുദായിക സംഘടനയായിട്ട് അവർക്കൊപ്പം ക്രിസ്ത്യാനികൾക്കൊപ്പം ഉണ്ടായിരുന്നത് SNDP മാത്രമാണ്.
പിന്നെ രാഷ്ട്രീയ സംഘടനയായിട്ടുണ്ടായിരുന്ന BJP മാത്രമാണ്. മറ്റാരാണ് അവർക്കുള്ളത്? ഈ പറയുന്ന പോലെ അവിടെ വന്നത് ഞങ്ങൾ നിങ്ങൾക്കൊപ്പമാണ്, നിങ്ങൾ കുടിയിറങ്ങേണ്ടി വരില്ല, പരിഹരിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഞാനും വന്ന് നിങ്ങൾക്കൊപ്പം നിരാഹാരമായിരിക്കാം, ഇങ്ങനെ സൂചിപ്പിക്കാനായിട്ട് കുറെ വാക്കുകൾ പറഞ്ഞ് കൈയടിക്കാനായിട്ട് ബസ് നിറയെ ആൾക്കാരെ കൊണ്ടുവന്ന് അവരെ കൊണ്ട് കൈയടിപ്പിച്ച് അത് മീഡിയകളുടെ മുമ്പിലൊക്കെ കൊടുത്തതിന് ശേഷം ഇങ്ങനെ പോകാമെന്നല്ലാതെ യഥാർത്ഥ ആത്മാർത്ഥതയോടുള്ള ഒരു പ്രവർത്തനം, ആ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരുവിധ നിലപാടും ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. അപ്പൊ അവിടെയും ഉണ്ടായ ഒരു ഐക്യം, ഇപ്പൊ മുനമ്പത്ത് കാണുന്ന ഒരു ഐക്യം എന്ന് പറഞ്ഞ ഹിന്ദു ക്രിസ്ത്യൻ ഐക്യമാണ്. അവിടെ 400 ചില്ലുവാനും ക്രിസ്ത്യൻ കുടുംബങ്ങളും ബാക്കി ഹൈന്ദവ കുടുംബങ്ങളുമാണ്. അപ്പൊ അവിടെ ഒരു മതസംഘടന, ഒരു ക്രിസ്ത്യൻ സമുദായത്തിന് പുറത്തെ ഒരു മതസംഘടന അതിന് സപ്പോർട്ട് കൊടുത്തു എന്ന് പറയുന്നത് SNDP ആണ്. SNDP അവർക്ക് ഫുൾ സപ്പോർട്ടാണ്, ആ സമരത്തിനൊപ്പം നിൽക്കുന്നു. രാഷ്ട്രീയമായിട്ട് നിൽക്കുന്നത് BJP ആണ്. അപ്പം ഇത്തരത്തില് ഇപ്പം വേറെ എവിടെ ഒരു പ്രശ്നം ഉണ്ടായാലും നമ്മൾക്കറിയാം ക്രിസ്ത്യൻ സമുദായം നേരിട്ടിട്ടുള്ള ഏതൊക്കെ വിഷയങ്ങളിലാണ്. പാലാ ബിഷപ്പിനെതിരെ സുഡാപ്പികൾ ഇവിടെ പ്രകടനം നടത്തിയപ്പോഴും അദ്ദേഹത്തെ കൊലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായപ്പോഴും മറ്റ് എവിടെയൊക്കെ ക്രിസ്ത്യൻ സമുദായം നേരിട്ടിട്ടുള്ള വിഷയത്തിലും ഇവിടെ നിന്നിട്ടുള്ളത് ഹൈന്ദവ സമുദായം മാത്രമാണ്, ക്രിസ്ത്യൻ സമുദായത്തിന് ഉള്ളത്. പിന്നെ കേരളത്തിന് പുറത്തുള്ള വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ മതപരിവർത്തനത്തെ ചൊല്ലിയുള്ള വിഷയങ്ങൾ മാത്രമാണ്. അത് പരിഹരിക്കാൻ സാധിക്കാവുന്ന വിഷയങ്ങളല്ല. അല്ലാതെ പ്രാമാണികമായിട്ട് ഹൈന്ദവ ഗ്രന്ഥങ്ങളിലോ പുരാണങ്ങളിലോ ഒന്നും ക്രിസ്ത്യാനിയെ ശത്രുവായി കാണണമെന്നോ അല്ലെങ്കിൽ കണ്ടെടുത്ത് വെച്ച് കൊലപ്പെടുത്തണമെന്നോ അവരുമായി സൗഹൃദം പാടില്ല എന്നൊന്നും എഴുതി വെച്ചിട്ടില്ല. ഒരു ഭഗവത്ഗീതയിലോ മഹാഭാരതത്തിലോ രാമായണത്തിലോ ഒന്നും എവിടെയില്ല. അപ്പൊ അത് ഈ ഒരു പ്രശ്നം മാത്രമേ ഉള്ളത് പരിഹരിക്കാൻ സാധിക്കാവുന്നത്. പക്ഷെ മറിച്ച് അവിടെ മറ്റു സമയത്ത് അതല്ല. അത് പ്രാമാണികമായിട്ട് തന്നെ ജൂതനെയും ക്രിസ്ത്യാനിയും എങ്ങനെ കണ്ടിരുന്നു, ഇവിടെ ജൂതൻ ഇല്ലാത്തത് കൊണ്ട് ജൂതന്റെ സ്ഥാനത്തേക്ക് ഹൈന്ദവരെ കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോ ഈ പറയുന്ന രീതിയിൽ ഈ ഇത്തരത്തിലൊരു ഇവിടെ ഒരു പിടിച്ചു നിലനിൽപ്പ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു രാഷ്ട്രീയ മാറ്റം ആവശ്യമാണ്. ആ രാഷ്ട്രീയ മാറ്റം സാധിക്കുക എന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിൽ വെള്ളാപ്പള്ളി നടേശൻ ഉദ്ദേശിച്ച രീതിയിൽ ഹൈന്ദവ ക്രൈസ്തവ ഐക്യത്തിലൂടെ സാധിച്ചുള്ളൂ. അത് തീർച്ചയായിട്ടും സാധിക്കാവുന്നതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ രണ്ടു കൂട്ടരുടെയും നിലനിൽപ്പ് അപകടത്തിലാണ്. കാര്യം ഇപ്പൊ ഒരു ജാതി തിരിച്ചുകൊണ്ട് ഈഴവർക്ക് സെപ്പറേറ്റോ അല്ലെങ്കിൽ നായന്മാർക്ക് സെപ്പറേറ്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഭാഗത്തിന് സെപ്പറേറ്റോ സ്വന്തമായിട്ട് പോരാടാനുള്ള ശേഷിയില്ല. അതുപോലെ തന്നെ ക്രൈസ്തവ വിഭാഗത്തിന് ഒറ്റയ്ക്ക് നിന്ന് ക്രൈസ്തവർക്ക് മാത്രമായിട്ട് പോരാടാനുള്ള ശേഷിയുമില്ല. പക്ഷെ അതേസമയം മറുഭാഗത്ത് അവർ എല്ലാ തരത്തിലും വോട്ട് ബാങ്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും താക്കോൽ സ്ഥാനങ്ങളിലെത്തി അവർ നിശ്ചയിക്കുന്ന രീതിയിലിട്ട് ഭരണത്തെ കൊണ്ടുപോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കാര്യം ഇവിടെ യഥാർത്ഥ പൊളിറ്റിക്കൽ ഇസ്ലാമിന് 3 മുഖങ്ങളാണുള്ളത്. ഒന്ന് പൊളിറ്റിക്കൽ ഫേസ്, പിന്നെ ഒന്ന് ഇന്റലക്ച്വൽ, പിന്നെ ഒന്ന് ലോജിസ്റ്റിക്സ്. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ മതേതരത്വമൊക്കെ ആയിട്ട് നടക്കുന്ന കേക്കോയിട്ട് നടക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ രാഷ്ട്രീയ മുഖം മാത്രമാണ്. അവരുടെ അടിസ്ഥാന ഗ്രന്ഥം എന്ന് പറയുന്നത് ഖുർആൻ തന്നെയാണ്. ഈ പറയുന്ന 3 കൂട്ടരുടെ അടിസ്ഥാന ഗ്രന്ഥം ഒന്ന് തന്നെയാണ്. അവർ നയിക്കുന്നതും അത് തന്നെയാണ്. അപ്പോൾ ഇവിടെ വിഭജനത്തിന് ശേഷം ഈ പഴയ മുസ്ലിം ലീഗിനെ മദ്രാസിൽ വെച്ച് പൊടിതട്ടിയെടുത്ത് കേരളത്തിലെ ഒരു പാർട്ടിയായിട്ട് മുന്നോട്ട് കൊണ്ടുവന്നപ്പോൾ അവർക്ക് നല്ലത് അടുത്ത മതരാഷ്ട്രവാദത്തിന് സമയമാവുന്നവരെ സെക്യുലർ മുഖമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇന്നും എവിടെ വിഷയം ഉണ്ടാകുമ്പോഴും കേക്കുമായിട്ട് നടക്കുന്നത്. മുനമ്പത്തെ അത് വഖഫ് ഭൂമിയാണ്, അത് ഏതറ്റം വരെയും പോകണമെന്ന് തീരുമാനമെടുത്ത മുസ്ലിം സംഘടനകളുടെ എല്ലാം കൂടെ ആ സംഘടനകളിൽ ആ ഒരു മീറ്റിംഗിന് നേതൃത്വം കൊടുത്തവരാണ് ക്രിസ്മസ് ആയപ്പോഴത്തേക്ക് കേക്കുമായിട്ട് അരമനകളുടെ തിണ്ണയിറങ്ങിയത്. കിറി തുറച്ചു കൊടുത്തതും വായിൽ വെച്ച് കൊടുത്തതും ഇതേ ആളുകളാണ്. ഇതേ ആളുകൾ തന്നെയാണ് ഇവിടെ ആ ലത്തീൻ കത്തോലിക്ക വിഭാഗത്തെ കുടിയിറക്കണമെന്ന് ഒന്നിച്ചിരുന്ന് തീരുമാനമെടുത്തത്. അപ്പോൾ ഇതിനെയൊക്കെ തടയണമെന്നുണ്ടെങ്കിൽ കാര്യം ഇവിടുത്തെ പ്രധാനപ്പെട്ട 2 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇവർക്ക് അടിമപ്പെട്ട് കഴിയും. അത് പരസ്പരമുള്ള ഒരു മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരാണ് മുസ്ലിം സമുദായത്തെ പൂർണ്ണമായി കൂടുതൽ പ്രീണിപ്പിക്കുന്നതെന്ന് അറിയാനുള്ള ഒരു മത്സരമാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് ഹിന്ദു വിഭാഗങ്ങൾക്കോ ക്രൈസ്തവർക്കോ ഈ പറയുന്ന 2 രാഷ്ട്രീയ പാർട്ടികളും അവർ രൂപം കൊടുത്തിട്ടുള്ള 2 മുന്നണികളിൽ നിന്നും യാതൊരു നീതിയും ലഭിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇവിടെ ഒരു രാഷ്ട്രീയ മാറ്റം ആവശ്യമാണ്. ആ രാഷ്ട്രീയ മാറ്റത്തിലൂടെ മാത്രമേ ഈ 2 സമുദായങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഒരു രാഷ്ട്രീയ മാറ്റം അനിവാര്യമാണ് എന്ന് തന്നെയാണ്.